നിങ്ങളുടെ പടം തിയേറ്ററിൽ എത്താണ്, പ്രേക്ഷകരുടെ മുന്നിലെത്താണ്. അപ്പോൾ എനിക്കറിയാം എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും. യെസ്, നമുക്ക് കൂട്ടത്തിൽ സീനിയറായ ആളിൽ നിന്ന് തുടങ്ങാം, സിനിമയിലെ നായികയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിൽ സത്യത്തിൽ പറഞ്ഞാൽ ഈ പുത്തനൊരു അനുഭവം പ്രേക്ഷകർക്ക് കൊടുക്കാൻ പോകുന്നത് സത്യത്തിൽ മാഡം ആയിരിക്കും. കാരണം ആദ്യത്തെ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു സിനിമ അഭിനയം, തിയേറ്ററിൽ ആ പടം വരാൻ പോണതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയുണ്ട്? ആക്ച്വലി ഞാൻ ഡിസൈഡ് ചെയ്യുന്ന മുമ്പ് തന്നെ സിനിമയൊക്കെ എടുത്ത് കഴിഞ്ഞു. ഞാൻ ഡൗട്ടിൽ നിൽക്കുമ്പോഴേക്കും ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ആക്ച്വലി ഞാൻ അഭിനയിച്ചോ? പിന്നെ അത് വളരെ ആക്ച്വലി ഈസി ആയിപ്പോയി. പക്ഷെ ഇപ്പോഴാണല്ലോ പോസ്റ്ററൊക്കെ കാണുമ്പോൾ ആകെ എൻ്റെ അമ്മ ഇത് എന്തത് ഞാൻ തന്നെയാണോ എന്നുള്ള. ബട്ട് യുനോ ദർ ഇസ് എ ടീം ഹിയർ. ഷീസ് നായികയാണ്. അപ്പം ഒരു ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സുഖം. അപ്പം എനിക്ക് സ്ട്രെസ് അത്രയില്ല. എന്തെങ്കിലും പറ്റിയാലും അതങ്ങനെ സബ്മർജ്ഡായി പോകും. അല്ല, ഈ പറഞ്ഞത് നമ്മൾ അഭിനയിക്കുകയാണെന്ന് തോന്നാത്ത തരത്തിൽ അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് പറയുന്നത്. അത് ഞാനല്ലോ പറയണത്, ഡയറക്ടറാ പറയണത്. എങ്ങനെയുണ്ട് ശരിക്കും ആളുടെ ആദ്യത്തെ ഒരു അഭിനയമാണല്ലോ. അപ്പോൾ നമ്മള് അണ്ണാൻകുഞ്ഞിനെ മരങ്ങേറ്റം പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞതല്ലേ അങ്ങനെ. പിന്നെ ഈ പറഞ്ഞ വലിയ അങ്ങനെ ഭയങ്കര ശക്തമായ സ്ത്രീ കഥാപാത്രമോ അഭിനയ സംഭവമൊന്നും അല്ല. ഒരു സാധാരണ കഥാപാത്രമാണ്. ഒരു സർക്കാർ ഓഫീസിലെ ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥയായിട്ടാണ്. അപ്പോഴും സാധാരണ ഒരു ലേഡി എങ്ങനെയാണ് നമ്മൾ ചുറ്റുപാടും കാണുന്ന ബിഹേവിയർ, അതേപോലത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. ആ പോസ്റ്ററിലെ ഇപ്പോൾ ദേവിക മാഡം മുന്നിൽ നടക്കുന്നു, ബിജു ചേട്ടൻ പിന്നിൽ നടക്കുന്ന ഒരു പോസ്റ്ററാണല്ലോ പ്രേക്ഷകരിലെത്തി. പക്ഷെ എന്തൊക്കെയോ ചില സർപ്രൈസുകൾ അല്ലെങ്കിൽ എന്തോ ഒരു നിഗൂഢത, എന്തോ സംതിങ് നമുക്ക് ഇങ്ങനെ ഒരു ഫീല് തരുന്നുണ്ട് ആ പോസ്റ്റർ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ അങ്ങനെ കാര്യമായിട്ട്? അല്ല, അങ്ങനെ ഒളിപ്പിക്കാതെ സിനിമ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം പിന്നെ പ്രത്യേകിച്ച് ഇത്ര ആളുകളെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സിനിമയുടെ ഒരു രീതികൾ അങ്ങനെയാണ്. പിന്നെ ഒരാൾ ഇപ്പോൾ ആദ്യം ഇത്രയും കാലം സിനിമ ചെയ്യാതിരുന്ന, അല്ലെങ്കിൽ ഒരുപാട് ഓഫറുകൾ വന്നിട്ടും സിനിമ ചെയ്യാതിരുന്ന ഒരാൾ ഈ സമയത്ത് ഒരു സിനിമയിലേക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് എന്തെങ്കിലും അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഈ സിനിമയ്ക്ക് വേണ്ടി തന്നെ 1 വർഷത്തോളം വിഷ്ണു ചർച്ച ചെയ്തു എന്നൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണോ? 1 വർഷത്തിൽ പുറത്ത് ഞാൻ ചർച്ച നടത്തിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് എന്തായിരുന്നു അപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടി യെസ് പറയാനുള്ള ഒരു ഘടകം എന്തായിരുന്നു? അങ്ങനെ എസ് ഒന്നും പറഞ്ഞിട്ടില്ല, ചോദിച്ചു. ഇപ്പോഴും മറ്റേ അഭിനയിച്ചതുള്ള കാര്യത്തിൽ ഇപ്പോഴും പറഞ്ഞില്ല. അതായത് എസ് പറയുന്നതിന് മുമ്പേ ഷൂട്ട് കഴിഞ്ഞു. അങ്ങനത്തെ ഒരു ചിന്തിക്കാനുള്ള സമയം കിട്ടിയില്ല അല്ലേ? വെഡിങ് ഇൻവിറ്റേഷൻ ആയിട്ടാണ് വീട്ടിലേക്ക് വന്നത്. ഇനി എന്നെ വിളിച്ചിട്ടില്ല, ഇൻവിറ്റേഷൻ അവിടെ വെച്ചു, അതവിടെ ഇരിക്കട്ടെ പറഞ്ഞിട്ട് അതിന് മുമ്പുള്ള ഇതിൻ്റെയൊക്കെ കുറച്ച് ഷോർട്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കാണിച്ചു തന്നു. നമ്മുടെ മറ്റന്നാളാണ് കേട്ടോ, അപ്പോഴാണ് അറിയുന്നത്. അപ്പോഴാണ്, അതായത് ഒരു യെസ് ഓ നോ എന്നൊന്നും അല്ല, പിന്നത്തെ നെക്സ്റ്റ് 2 days എന്ന് പറയുന്ന ഒരു ഞാൻ മറ്റേ ഒരു ദിവസം വെച്ചാൽ കുറേ നാളായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ലാസ്റ്റ് ഷൂട്ട് ഇങ്ങനെ തുടങ്ങാൻ ബീച്ചായിട്ടായിട്ടുള്ള കോമ്പിനേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 12-ാം തീയതി ഷൂട്ട് തുടങ്ങാണ്. ഞാൻ 8-ാം തീയതി ഞങ്ങൾ തമ്മിൽ ഞാൻ പോയി കണ്ടിട്ടൊരു 3-3.5 മണിക്കൂർ ചർച്ച നടത്തി. 3.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴും തുടങ്ങിയ പോലെ തന്നെ ഇരിക്കുക, ഞാൻ ഇല്ല നോ. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ദിവസം പോയി. അടുത്ത ദിവസം ഞാൻ പോയപ്പം കോസ്റ്റ്യൂം വണ്ടി, ADs ഫുൾ 2 വണ്ടി ആളുമായിട്ടാണ് പോയത്. അവിടെ നിന്ന് ഏതെങ്കിലും മൊമെൻറ്റ് എസ് വന്നാൽ അപ്പം കയറാൻ വേണ്ടിയിട്ട് വീണ്ടും പുറത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഒരു 4.5-4.75 മണിക്കൂർ അന്ന് ഇതുപോലെ തന്നെ വീണ്ടും ചർച്ച നടത്തി. അവസാനം എവിടെയോ എസ് എന്നല്ല എന്തോ പറഞ്ഞപ്പോൾ ഇങ്ങനെ കൈയെടുത്തിങ്ങനെ കാണിച്ചപ്പോഴത്തേക്കും ഞാൻ അവിടെ എല്ലാവരും കയറി സാധനം എടുത്തു പോയി. ഏറ്റവും പറഞ്ഞാൽ ഞാൻ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് ഇന്നായി എന്ന് പറയാൻ ഏതെങ്കിലും മൊമെൻറ്റിൽ ഞാൻ ഇല്ലെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇതാക്കി. അത് കഴിഞ്ഞ് ഞാൻ 2 ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഞാൻ ആ ഏരിയ പോവില്ല, ഞാൻ ദൂരെ മോണിറ്ററിൽ നിന്ന് മാറിയിരിക്കുക. കാരണം വെച്ചാൽ ഐ കോൺടാക്ട് കൊടുക്കാതിരിക്കുക. എങ്ങനെയാണോ ഞാൻ ശരിയാവുന്നില്ല, ഞാൻ പോവാന്ന് പറഞ്ഞാൽ പോയില്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ തീർച്ചയായും.